ആ ലക്ഷ്മി, ഞാനാ ലില്ലിയാ. എടി നീ പറഞ്ഞ സത്യമായിടി. എന്താണെന്നറിയാം, നീ എന്നോട് പറഞ്ഞില്ലേ ഒരാൾക്ക് ഒരു പെണ്ണിനോട് ബന്ധമുണ്ടെങ്കിൽ അതിനെപ്പറ്റി ചോദിക്കുമ്പോൾ തന്നെ ഇങ്ങനെ ബന്ധമുണ്ടെങ്കിൽ തെന്നി മാറുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ നീ പറഞ്ഞത്? ഇനി ബന്ധമൊന്നും ഇല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യം വരുമെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയല്ലേ പറഞ്ഞത്? സത്യമായിടി, ആ മഞ്ജുള എന്നുള്ള പെണ്ണിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ഏട്ടന് ദേഷ്യം. മഞ്ഞ ചുരിദാറെന്നൊക്കെ പറയുമ്പോൾ എന്തൊരു കലിതുള്ളുവാടി. സത്യം. എനിക്കറിയാം അങ്ങനെയൊന്നും ഇല്ലയെന്ന്. പക്ഷേ ഏട്ടൻ്റെ ആ ഒരു ഇതൊക്കെ കാണാനായിട്ട് നല്ല രസം. എന്തായാലും ഞാൻ 2 ദിവസം കൂടെ പറ്റിക്കും. ഇല്ല, ഞാൻ നിർത്തൂല. നല്ല രസമുണ്ട് കാണാനായിട്ട്. എനിക്കറിയാമെന്ന് ഏട്ടൻ അങ്ങനെ വേറെ ആരുടെ ബന്ധമൊന്നും ഇല്ലയെന്ന്. ഇല്ലടി, വട്ടാക്ക് പാടി. നല്ല രസമുണ്ട്. ഓക്കെ, ശരി. ഫോണിലാര്? എന്നോട് ഫോണിൽ സംസാരിച്ചായിരുന്നേ ചോദിച്ചത്? ആരും സംസാരിച്ചില്ല. ഞാൻ പിന്നെ കേട്ടോണ്ടോ? അത് പിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങായിരുന്നു. ആരാ വിളിക്കാൻ തുടങ്ങുന്നത്? നീ ആരോടാ സംസാരിച്ചോണ്ടിരുന്നത്? ആരോട് സംസാരിച്ചില്ലേട്ടാ? നീ കള്ളം പറയലല്ലേ? നീ ഇപ്പൊ സംസാരിക്കുന്നുണ്ടായിരുന്നു. നീ പലപ്പോഴും മാറി സംസാരിക്കാൻ കാണുന്നുണ്ട്. എന്ത്? നീ പലപ്പോഴും ഫോണും എടുത്തോണ്ട് അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്ന ഞാൻ കാണുന്നുണ്ട്. ഇന്നലെ രാത്രി സംസാരിച്ചില്ലേ നീ? നീ കള്ളം പറയരുത്. അല്ല, ഇന്നലെ രാത്രി എനിക്കറിയണത് ഇതാരെന്ന് പറ. നീ ഞാൻ വിളിക്കട്ടെ. നിനക്കെന്തോ പ്രശ്നമുണ്ട്, എനിക്ക് മനസ്സിലായി. ഞാൻ പറയാം. അതായത് നിനക്കെന്തോ പ്രശ്നമുണ്ട്. ആ പ്രശ്നം എന്റെ തലയിൽ കെട്ടിവെക്കാൻ വേണ്ടി എന്നെ ഇല്ലാത്തൊരു പെണ്ണിന്റെ പേര് പറഞ്ഞ് എന്നെ കളിയാക്കുന്നു. നീ ഫോൺ ഡിലീറ്റ് അല്ല, നീ എന്റെ ഫോൺ തരൂ. എന്തുവാണ് ഏട്ടാ ഈ പറയണത്? നീ നിർത്തിക്കോ. എനിക്ക് വേറെ ആരെങ്കിലും ബന്ധമുണ്ടോ? ഏട്ടൻ ഇങ്ങനെയൊക്കെ പറയാം. എനിക്ക് ഞാൻ എന്തിനാ ഡിലീറ്റ് ചെയ്യണത്? വെറുതെ ഏട്ടൻ. ഞാൻ എന്റെ കൂട്ടുകാരിനെ വിളിച്ചത്, ലക്ഷ്മീനെ. സത്യം ഏട്ടാ, ഞാൻ ലക്ഷ്മീനെ ഏട്ടാ വിളിച്ചത്. എത്ര നാളായി തുടങ്ങിയെന്ന് മാത്രം പറഞ്ഞാൽ എന്ത് തുടങ്ങാൻ? ഏട്ടനല്ലാതെ വേറെ ആരാ എനിക്കുള്ളത്? വെറുതെ പറയലേട്ടാ. ഏട്ടൻ നോക്കി, ഞാൻ ലക്ഷ്മീനെ, സത്യമായിട്ട് ലക്ഷ്മീനെ ഏട്ടാ വിളിച്ചത്. ഒന്നുമല്ല ഏട്ടാ, നോക്കിക്കേ. നോക്കേട്ടാ, ലക്ഷ്മീനെ തന്നെ വിളിച്ചത്. അവളോട് ഞാൻ വെറുതെ ഇങ്ങനെ മഞ്ജുളയുടെ കാര്യം പറഞ്ഞായിരുന്നു. അപ്പോൾ അവൾ എന്നോട് പറഞ്ഞ് ഒരാൾക്ക് ഒരു പെണ്ണിനോട് എന്തെങ്കിലും ബന്ധം ഉണ്ടെങ്കിൽ അയാൾ ആ പെണ്ണിൻ്റെ കാര്യം കേൾക്കുമ്പോൾ തന്നെ ഇങ്ങനെ തെന്നി മാറുമെന്ന് പറഞ്ഞു. ബന്ധമൊന്നും ഇല്ലെങ്കിൽ ആ പെണ്ണിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ ദേഷ്യപ്പെടുമെന്ന് പറഞ്ഞു. ഞാൻ ഏട്ടനെ ഇളക്കാൻ വേണ്ടി പറഞ്ഞതാ.